ഏതാണ് ഈ സുന്ദരിക്കുട്ടിയെന്നറിയാൻ ഞാൻ എഴുന്നേറ്റ് വെളിയിലേക്ക് വന്നു. അപ്പോഴാണ് സതിയപ്പച്ചിയെ കാണുന്നത്. സ്നേഹിച്ച പുരുഷന്റെ ഒപ്പം ഇറങ്ങിപ്പോയത്. പിന്നെ അപ്പച്ചി ആദ്യമായിട്ട് തറവാട്ടിൽ മടങ്ങിയെത്തിയതായിരുന്നു. മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും ഒക്കെ ചേർന്ന് ആകെ ബഹളം. ഭർത്താവ് മരിച്ചു പോയ ശേഷം പോകാൻ മറ്റൊരിടവില്ലാണ്ട് അപ്പച്ചി തിരിച്ചു വന്നതാണ്. മുത്തശ്ശനായിരുന്നു കൂട്ടിക്കൊണ്ടു വന്നേ. അതിന്റെ പേരിൽ നടന്ന വഴക്കും ബഹളവുമായിരുന്നു. ഞാൻ ഓടിച്ചെന്നപ്പോൾ കണ്ടത് അമ്മയുടെ പിന്നിലായി പതുങ്ങി നിൽക്കുന്ന ആ പെൺകുട്ടിയായിരുന്നു. അവളുടെ പിന്നിയ മുടിയുടെ ഒരു ഭാഗവും പിന്നെ കരിമഷി പടർന്ന ഉണ്ടക്കണ്ണും അതുമാത്രം കാണാൻ കഴിഞ്ഞുള്ളൂ. പിന്നീട് അവളെ കണ്ടത് രാത്രി അത്താഴം കഴിക്കാൻ ഇറങ്ങിച്ചെന്നപ്പോഴാണ്. എന്നെ കണ്ടതും ചായ്പിലേക്ക് ഓടി മറഞ്ഞു. പോയ വഴിക്ക് നെറ്റിപ്പോയി വാതിൽപ്പടിയിൽ ശക്തമായി ഇടിച്ചു. കരഞ്ഞുകൊണ്ട് എന്നെ പിന്തിരിഞ്ഞു നോക്കിയതും ഞാൻ ഓടിച്ചെന്നു. പക്ഷെ അതിനു മുന്നേ സതിയപ്പച്ചി വന്ന് മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിറ്റേ ദിവസം കാലത്തെ ഞാൻ അമ്മ വീട്ടിലേക്ക് പോയി. 1 മാസം സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി അച്ഛൻ അവിടെ ഒരു അവധിക്കാല ക്ലാസ്സിൽ ചേർത്തു. പോകും മുന്നേ ഞാൻ പലതവണ നോക്കിയെങ്കിലും കണ്ടില്ല അവളെ. കഷ്ടി 1 മാസം കഴിഞ്ഞ് ഞാൻ മടങ്ങി വന്നപ്പോൾ അപ്പച്ചി അവിടുന്ന് പോയെന്നറിഞ്ഞു. വാടകയ്ക്ക് താമസിക്കുന്ന വീടും സ്ഥലവും മനസ്സിലാക്കി ഞാൻ ഓടി വന്നപ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് പെങ്കൊച്ച്. അപ്പച്ചിയാണെങ്കിൽ റേഷൻ കടയിൽ പോയതായിരുന്നു. എന്താണ് കരയുന്നതെന്ന് ഞാൻ കാരണം തിരക്കി. ഒരുപാട് നിർബന്ധിച്ചപ്പോൾ അവൾ എൻ്റെ കാതിൽ ഒരു കാര്യം പറഞ്ഞു. അത് പറയുകയും അരികിൽ കിടന്നവൾ ഒന്ന് തേങ്ങിയതായി നകുലൻ അറിഞ്ഞു. കടും മഞ്ഞ നിറമുള്ള പട്ടുപാവായുടെ പിന്നിൽ നിലകൊണ്ട ചുവപ്പ് രാശി. ഓടി റേഷൻ കടയിലേക്ക് അപ്പച്ചിയെ കൂട്ടിക്കൊണ്ടുവന്നു. ഓളൊരു വലിയ പെണ്ണായി. ഗിരിജച്ചെറിയമ്മയും അപ്പച്ചയും അടക്കം പറഞ്ഞ് ചിരിച്ചപ്പോൾ നിറമിഴികളോടെ അവൾ എന്നെ നോക്കി. പേടിക്കണ്ടെന്ന് ഞാൻ കണ്ണൊന്ന് ചിമ്മി അവളെ കാണിച്ചു. ഓർമ്മകൾക്ക് എന്തൊരു സുഗന്ധം അല്ലേ അമ്മൂട്ട? അമ്മു വലിയ കുട്ടിയായിട്ടോ, മുത്തശ്ശി അമ്മയോട് പറയുന്നതും കേട്ട് ഞാൻ കോലായിലേക്ക് കയറി വന്നു. എന്നിട്ട് നേരെ മുറിയിലേക്ക് പോയി ജനാലയൊന്ന് തുറന്നിട്ടു. തുലാമഴയൊക്കെ പെയ്തു പറന്ന ശേഷം ചുവപ്പ് രാശി പടർത്തി മാനം അങ്ങനെ പരന്നു കിടക്കുകയാണ്. നകുലൻ അന്ന് തീരുമാനിച്ചതായിരുന്നു സതിയപ്പച്ചിയുടെ മകൾ അമ്മു എന്റെ പെണ്ണാണെന്ന്, ഈ നകുലിനു വേണ്ടി ജനിച്ചവളാണെന്ന് പറഞ്ഞുകൊണ്ടവൻ അവളുടെ മുടിയിൽ മുഖം പൂഴ്ത്തി. തിരിഞ്ഞു വന്നൊന്ന് കെട്ടിപ്പിടിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നു കേട്ടോ. വീണ്ടും നകുലന്റെ ശബ്ദം. എന്തെങ്കിലും പറയുമെന്ന് കരുതിയെങ്കിലും അവളിൽ നിന്നും ഒരു നെടുവീർപ്പുയർന്നു വന്നത് മാത്രം. കുറച്ചു സമയം കഴിഞ്ഞതും നകുലൻ ഉറങ്ങിയെന്ന് അമ്മുവിന് മനസ്സിലായി. അവൾ പതിയെ തിരിഞ്ഞു. എന്നിട്ട് അവൻ അഭിമുഖമായി കിടന്നു. ഒരു കൈപ്പാടകലെ കിടന്ന് ഉറങ്ങുന്നവനെ കണ്ണിമ ചെമ്മാതെ ആ അരണ്ട വെളിച്ചത്തിൽ നോക്കി അവൾ കിടന്നു. ചെരിഞ്ഞു കിടന്നുറങ്ങുകയാണ് ആള്. യാത്രാക്ഷീണം കൊണ്ടാണ് അത്ര പെട്ടെന്ന് ഉറങ്ങിപ്പോയത്. അല്പം മുന്നേ അവൻ പറഞ്ഞ ഓരോ വാചകങ്ങളും ഓർത്തുകൊണ്ട് അമ്മുവും കുറേ നേരം കിടന്ന ശേഷം എപ്പോഴും ഉറക്കത്തിലേക്ക് വഴുതി വീണു. നകുലൻ ഉണർന്നപ്പോൾ അമ്മു അരികിലില്ല. അവൻ കുറച്ചു സമയം മേൽപോട്ട് നോക്കിക്കിടന്നു. എന്നിട്ട് പതിയെ എഴുന്നേറ്റു. അപ്പോഴാണ് കുളിയൊക്കെ കഴിഞ്ഞിറങ്ങി വരുന്ന അമ്മുവിനെ കണ്ടത്. മുടി തോർത്തുകൊണ്ട് ചുറ്റിക്കെട്ടിവെച്ച് അവൾ അവന്റെ അരികിലേക്ക് വന്നു. അമ്മു, നമുക്ക് അമ്പലത്തിലൊന്ന് പോണം. നിനക്ക് പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല, പോകാം. എന്നാ ശരി, ഞാനൊന്ന് ഫ്രഷായി വരാം. നീ ഡ്രസ്സ് മാറിക്കോ. നകുലൻ വാഷ്റൂമിലേക്ക് പോയതും അമ്മു പെട്ടെന്ന് അലമാര തുറന്ന് ഒരു ചുരിദാർ എടുത്തിട്ടു. എന്നിട്ട് ഇത്തിരി പൗഡറും മുഖത്തിട്ട് ഒരു കുഞ്ഞു പൊട്ടും തൊട്ടു. ഇത്തിരി സിന്ദൂരം നെറുകയിലിട്ട ശേഷം മുടി അഴിച്ച് ഒന്നോട് തോർത്തി. ഇത്ര വേഗം റെഡി ആയോടി പെണ്ണെ? കുളി കഴിഞ്ഞിറങ്ങി വന്ന നകുലൻ അമ്മുവിനെ ഒന്ന് നോക്കി. നകുലേട്ടൻ്റെ ഷർട്ട് തേച്ച് തരണോ? വേണ്ടടി, ഷർട്ടൊക്കെ തേച്ചു മടക്കി വെച്ചത് ഇരിപ്പുണ്ട്. അവനും അലമാരിക്കകത്തു നിന്നും ഒരു ഷർട്ട് എടുത്തിട്ടു.
അപ്പോഴേക്കും അമ്മു താഴേക്ക് ഇറങ്ങിപ്പോയി. അമ്മായി, ചായ എടുക്കുകയാണ് ബിന്ദു. അപ്പോഴാണ് അമ്മുവിന്റെ വിളി കേട്ടത്. ആ, നകുലൻ എണീറ്റോടി കൊച്ചേ. ഉം, അമ്പലത്തിൽ പോകാന്ന് പറഞ്ഞു. ആണോ? പോയിട്ട് വാ മോളെ. ഓരോ ചെമ്പരത്തിമാല വെച്ച് നടയിൽ വെച്ച് തൊഴണം കേട്ടോ. പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ നകുലനും റെഡിയായി ഇറങ്ങി വന്നു. പാർക്കുട്ടി എഴുന്നേറ്റില്ലമ്മേ? ഇല്ലടാ മോനെ, അമ്മയും മോളും നല്ല ഉറക്കത്തിലാ. നകുലൻ ബുള്ളറ്റിന്റെ ചാവിയെടുത്ത് മുറ്റത്തേക്കിറങ്ങി. കാറിപ്പോയാ പോരെ, അമ്മു മനസ്സിലോർത്തു. അപ്പോഴേക്കും അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. അമ്മു ചെന്ന് നകുലിന്റെ പിന്നിലായി കയറിയിരുന്നു. മക്കൾ രണ്ടാളും പോകുന്നത് നോക്കി ബിന്ദു നിറഞ്ഞ മനസ്സോടെ ഉമ്മർത്ത് നിന്നു. ഡി, എന്നെ മുറുക്കെ പിടിച്ചിരുന്നോണം, ഞാൻ ചിലപ്പോൾ ബ്രേക്ക് പിടിച്ചെന്നൊക്കെ വരും. അവന്റെ തോളി പിടിക്കാതെ അമ്മു വളരെ സൂക്ഷിച്ചാണ് ഇരിപ്പൊക്കെ. അത് കണ്ടുകൊണ്ട് മിററിൽ കൂടി അവളെ നോക്കിക്കൊണ്ട് നകുലൻ പറഞ്ഞു. പക്ഷെ അവളാരാ മോള്, പിടിക്കാതെ ബാലൻസ് ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ അമ്പലത്തിന്റെ അടുത്തെത്തിയപ്പോൾ ഒരു ഓട്ടോറിക്ഷയെ വെട്ടിച്ച് നകുലൻ ബൈക്ക് മാറ്റിയതും അമ്മു അവന്റെ പിന്നിലേക്ക് ആഞ്ഞുപോയി. എന്നിട്ട് വേഗം തന്നെ പുറകോട്ട് ആഞ്ഞിരിക്കുകയും ചെയ്തു. ആഹാ, അടിപൊളി, അതെനിക്കിഷ്ടായി കേട്ടോ അമ്മൂട്ട. നകുലൻ പറയുന്ന കേട്ടതും അമ്മുവിന്റെ മുഖം ചുവന്നു. അമ്പലത്തിൽ എത്തിയ ശേഷം ഇരുവരും കൂടി വഴിപാട് കൗണ്ടറിലേക്ക് നടന്നു. അമ്മുവിന്റെ അവന്റെയും പേരും നാളും ഒക്കെ പറഞ്ഞ് നകുലൻ അർച്ചനയ്ക്ക് രസീതെടുത്തു. അമ്മ പറഞ്ഞതുപോലെ ചെമ്പരത്തി പൂവുകൊണ്ട് ഒരു മാല കൂടി വാങ്ങി നടയിൽ വെച്ച് സമർപ്പിച്ചു. നിറഞ്ഞ മനസ്സോടെ നകുലൻ ദേവിയുടെ മുന്നിൽ നിന്നു. അമ്മുവും ഒത്ത് പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിൽ ഒരു പെണ്ണിനോടെ തനിക്ക് പ്രണയം തോന്നിയിട്ടുള്ളൂ. അത് തൻ്റെ അരികളായി നിൽക്കുന്നവളിൽ മാത്രമായിരുന്നു. തൻ്റെ ഓരോ സ്പന്ദനങ്ങളിലും ഒരു ദലമർമരം പോലെ നിറഞ്ഞു നിന്നവൾ. സ്വന്തമാക്കി തരണേയെന്ന് 1000 ആവർത്തി താൻ യാചിച്ചത് ഈ തെരുനടയിലായിരുന്നു. ആനന്ദത്താൽ അവന്റെ മിഴിക്കോണിൽ ഒരു അശ്രുബിന്ദു ഉരുണ്ടുകൂടി. നകുലേട്ടനില്ലാതെ എനിക്ക് ഈ ജന്മം പൂർത്തിയാവില്ലെന്ന് എൻ്റെ അമ്മൂസ് പറയട്ടെ അല്ലേമ്മേ? ശ്രീകോവിലിൽ കുടികൊള്ളുന്ന ദേവിയമ്മയെ നോക്കി അവൻ പറയുകയാണ്. നകുല, താലിയൊക്കെ പൂജിച്ചോണ്ട് പോയത് ഇതിനാണല്ലേ? എന്നിട്ടൊന്നും പറയാഞ്ഞത് മോശമായിട്ടോ? വിഷ്ണു നമ്പൂതിരി തിടപ്പള്ളിയിൽ നിന്ന് ഇറങ്ങി വരവേ നകുലനെ നോക്കി ചോദിച്ചു. അവന്റെ അരികിലായി നിന്ന് അമ്മുവും കേട്ടു. അവൾ പെട്ടെന്ന് മുഖം തിരിച്ചപ്പോൾ നകുലൻ കണ്ണു ചിമ്മി കാണിച്ചു. എലിച്ചീന്തൽ കീട്ടിയ അർച്ചന പ്രസാദത്തിലെ സിന്ദൂരമെടുത്ത് അവളുടെ നെറുകയിലണിഞ്ഞ സിന്ദൂരത്തിന്റെ മുകളിലായി ഇട്ടുകൊടുത്തവൻ. എന്തോ വല്ലാത്ത ആത്മസംതൃപ്തി അവന് തോന്നി. അപ്പോ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചായിരുന്നല്ലേ? അവന്റെ ബുള്ളറ്റിലേക്ക് കയറുന്ന നേരം അമ്മു ആരാഞ്ഞു. 11 വർഷം മുന്നേ തീരുമാനിച്ചുറപ്പിച്ചതാടി പെണ്ണെ. പ്രാബല്യത്തിലെത്താൻ ഇത്തിരി കാലതാമസം എടുത്തോന്നു മാത്രം. കാവ്യമുണ്ട് അല്പം തെറുത്ത് മുകളിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് നകുലം വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പെട്ടെന്നറിയാതെ അമ്മു അവന്റെ തോളിൽ കൈവച്ചു. എന്നിട്ട് അതേപോലെ പിന്നോട്ട് വലിക്കുകയും ചെയ്തു. അതവിടെ ഇരുന്ന കൊണ്ട് എന്താടി ഇത്ര പ്രശ്നം? അമ്പലത്തിലെ ആർച്ച് കടന്ന് വെളിയിലേക്ക് ഇറങ്ങവേ നകുലൻ അമ്മുവിനോട് ചോദിച്ചു. അവള് പക്ഷേ അതിന് മറുപടി ഒന്നും പറയാതെ പതിവ് പോലെ തന്നെയിരുന്നു. നിനക്ക് വിശക്കാൻ തുടങ്ങിയോ? നമുക്ക് കഴിച്ചിട്ട് പോയാലോ? വേണ്ട നകുലേട്ടാ, അമ്മായി ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഉച്ചയാവുമ്പോൾ നമുക്ക് വീട് വരെ ഒന്ന് പോകാം. ഇന്നലെ മഴയായിരുന്നുകൊണ്ട് വീട്ടിലേക്ക് പോകാൻ പറ്റിയില്ല. രണ്ടാളും വീട്ടിലെത്തിയപ്പോൾ പാറുക്കുട്ടി ഉണർന്ന് ശ്രീജയുടെ കയ്യിലുണ്ട്. അമ്മുവിനെ കണ്ടതും അവൾ കൈയും കാലും വിളക്കി ചിരിക്കാൻ തുടങ്ങി. അമ്മു ശ്രീജയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി താലോലിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വന്നു. തിരക്കുണ്ടായിരുന്നോ അമ്മു അമ്പലത്തില്? കുറച്ചാളുകളെ ഉണ്ടായിരുന്നുള്ളൂ ചേച്ചി. അമ്മു അടുക്കളയിലേക്ക് പോകവേ ശ്രീജയോട് പറഞ്ഞു. ബിന്ദു ചോറ് വെക്കാൻ വേണ്ടി വെള്ളമെടുത്ത് അടുപ്പത്ത് വെക്കുകയാണ്. അമ്മായി, കാപ്പി കുടിച്ചാലോ? നകുലേട്ടന് വിശക്കുന്നു, കഴിക്കാൻ എടുക്കാൻ പറഞ്ഞു. ആ, എടുത്തു വെച്ചോടി മോളെ, ഞാൻ ഈ അരി ഒന്ന് അടുപ്പത്തിടട്ടെ, ഇപ്പൊ വരാം. ബിന്ദു കുറച്ച് അരി അളന്ന് ഒരു പാത്രത്തിൽ എടുത്തു വെച്ചു. എന്നിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് അത് കുതിർക്കാനായി വെച്ചു. ശ്രീജ ചായക്കുള്ള പാലെടുത്തൊഴിച്ചു. അമ്മു, നീ പോയി വേഷം മാറ്റി വാ, ഇല്ലെങ്കിൽ അഴുക്കാകും. ഞാനിതെല്ലാം എടുത്തു വെച്ചോളാം.
അമ്മ കുഞ്ഞിനെയായിട്ട് മുകളിലേക്ക് പോയി. നകുലൻ ഫോണിൽ നോക്കി ബെഡിൽ കിടപ്പുണ്ട്. അവൾ മാറ്റി ധരിക്കാനുള്ള ഡ്രസ്സ് എടുത്തു. എന്നിട്ട് കുഞ്ഞിനെ കൊണ്ടുവന്ന് നകുലിന്റെ അടുത്തിരുത്തി. വാവയൊന്ന് പിടിച്ച് നകുലേട്ടാ, ഞാൻ ഈ ചുരിദാറൊന്ന് മാറട്ടെ. അവൾ പറഞ്ഞതും നകുലൻ എഴുന്നേറ്റു. പാർക്കുട്ടിയെ എടുത്തു. അമ്മ പോയതും കുഞ്ഞ് കരയാൻ തുടങ്ങി. ഇപ്പൊ വരാടാ, കരയല്ലേ, അവൾ വിളിച്ചു പറഞ്ഞു. ചിറ്റ വരുന്നേ, അവളെ ഉടുപ്പ് മാറ്റട്ടെ, എന്നിട്ട് പെട്ടെന്ന് വന്ന് കുഞ്ഞിനെ എടുക്കും. നമുക്ക് ടാറ്റ പോയാലോ പാറൂട്ടാ. നകുലൻ ഓരോന്ന് പറഞ്ഞ് കുഞ്ഞിനെ സമാധാനിപ്പിച്ചു. അപ്പോഴേക്കും അമ്മ ഓടി വന്നു. വാടാ പൊന്നെ, കരയണ്ടാട്ടോ. അവൾ കുഞ്ഞിനെ പൊക്കിയെടുത്ത് ആ വയറ്റിൽ ഇക്കിളി കൂട്ടിക്കൊണ്ട് മുറിയിൽ നിന്നിറങ്ങിപ്പോയി. എല്ലാരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ഉച്ചയ്ക്ക് ഊണിനുള്ളതൊക്കെ അമ്മുവും ശ്രീജയും വെച്ചുണ്ടാക്കി. നകുലനും അമ്മയും കൂടി തൊടിയിലൂടെ നടക്കുകയാണ്. കുറച്ച് പച്ചക്കറികളൊക്കെ ബിന്ദു നട്ടിട്ടുണ്ട്. അതിൽ മൂപ്പായതെല്ലാം പറിച്ചെടുക്കുകയാണ്. വള്ളിപ്പയറും പാവയ്ക്കയും പച്ചമുളകും ഉണ്ടായിരുന്നതിൽ. പാവയ്ക്ക തീയിൽ വെക്കാം അല്ലേമ്മേ, അധികം മൂത്തിട്ടില്ലല്ലോ. ഇനി വൈകുന്നേരം ആവട്ടെ മോനെ, അവളുമാരിപ്പോ കറിയെല്ലാം ആക്കിയിട്ടുണ്ട്. ആ, എന്നാ പിന്നെ മതി. ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞ് നകുലനും അമ്മും കൂടി അവളുടെ വീട്ടിൽ പോകാൻ ഇറങ്ങി. മോളെ, പാത്രങ്ങളൊക്കെ ഇരിക്കുന്നതേ നീ എടുത്തോണ്ട് പോരെ, നാളെ എറണാകുളത്ത് പോകുമ്പോൾ കൊണ്ടുപോകാം. ഇനിയിപ്പോ അതെല്ലാം വെറുതെ ഇരുന്ന് അല്ലെങ്കിൽ നശിച്ചു പോകില്ലേ. ബിന്ദു പറഞ്ഞതും അമ്മു തലകുലുക്കി. അടുത്ത വരവിന് ഞാൻ വന്നാ പോരെ നകുലേട്ടാ, ഇപ്പൊ ധൃതി കൂട്ടണോ. വീട്ടിലേക്ക് പോകുമ്പോൾ അമ്മു അവനോട് ചോദിച്ചു. നിനക്കെന്നെ കാണണമെന്ന് ആഗ്രഹമൊന്നുമില്ല, പക്ഷെ എനിക്കങ്ങനല്ല. എൻ്റെ അമ്മൂസിനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനേ എനിക്ക് ഒരുപാട് ഇഷ്ടാ. ആർദ്രമായ പ്രണയത്തോടെ നകുലം പറഞ്ഞതും അമ്മു പിന്നീട് ഒന്നും മിണ്ടിയില്ല. വീട്ടിലെത്തിയ ശേഷം അമ്മു എല്ലാം അടിച്ചുവാരി വൃത്തിയാക്കിയിട്ടു. എന്നിട്ട് അകത്തേക്ക് കയറി ചെന്നു. അലമാര തുറന്ന് കുറച്ച് ഡ്രസ്സ് എടുത്തു. പുതിയ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം എടുത്തു വെച്ചു. പിന്നെ മിക്സി, റൈസ് കുക്കർ, കുറച്ച് പാത്രങ്ങൾ. അവളതൊക്കെ വൃത്തിയായിട്ട് പാക്ക് ചെയ്തു. തൻ്റെ അമ്മയുടെ പ്രിയപ്പെട്ട കുറച്ച് സാരികളുണ്ടായിരുന്നു. അതും എടുത്ത് തൻ്റെ ഡ്രസ്സിൻ്റെ കൂടെ ബാഗിൽ വെച്ചു. അപ്പോഴേക്കും അവൾക്ക് നെഞ്ചു പൊട്ടി. അമ്മേ, ഞാൻ ഇട്ടിട്ട് പോയെന്ന് ഓർക്കല്ലേ, എനിക്ക് വേറെ യാതൊരു നിവൃത്തിയില്ലമ്മേ. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മയെ അടക്കം ചെയ്തെടുത്ത് വന്ന് അവൾ മൂകമായി പറഞ്ഞു. നകുലം വന്ന് അവളെ ചേർത്ത് പിടിച്ചു. അപ്പച്ചി കൂടെ ഉണ്ടാവും, ഞാൻ പറഞ്ഞിട്ടില്ലേടി, പിന്നെ എന്തിനാ ഒരു സങ്കടം. അവൻ പറഞ്ഞതും അവൾ കണ്ണുനീർ തുടച്ചുകൊണ്ട് നകുലിനെ ഒന്ന് നോക്കി. തുടരും. ഇഷ്ടാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്തിട്ട് പോണം കേട്ടോ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രവിന്ദ.